ഇടയ്ക്കിടെ കണ്ണാടി നോക്കുന്ന സ്വഭാവമുള്ളവരെ നമ്മൾ പലപ്പോഴും ജാടക്കാരെന്നോ അല്ലെങ്കിൽ സൗന്ദര്യത്തിൽ മാത്രം അമിതമായി ശ്രദ്ധിക്കുന്നവരെന്നോ പറഞ്ഞ് തമാശയായി തള്ളിക്കളയാറാണ് പതിവ്. എന്നാൽ ഇതിന്റെ മനഃശാസ്ത്രപരമായ വശങ്ങളിലേക്കും ജീവിത വിജയത്തിലേക്കുള്ള ഇതിന്റെ സ്വാധീനത്തിലേക്കും ആഴത്തിലിറങ്ങിച്ചെന്നാൽ ലോകത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവരുടെയും സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെയും ഒരു സവിശേഷ ഗുണമായി ഇതിനെ കാണാൻ സാധിക്കും. വെറുമൊരു ശീലത്തിനപ്പുറം ഒരാളെ വലിയ സാമ്പത്തിക നേട്ടങ്ങളിലേക്കും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വത്തിലേക്കും നയിക്കുന്ന നിശബ്ദമായൊരു ചാലകശക്തിയായി ഈ സ്വഭാവം പ്രവർത്തിക്കുന്നുണ്ട്. തന്റെ രൂപം എപ്പോഴും കൃത്യമായിരിക്കണമെന്നാഗ്രഹിക്കുന്നവർ സ്വാഭാവികമായും ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെയും വളരെ ഗൗരവത്തോടെയും അച്ചടക്കത്തോടെയും സമീപിക്കുന്നവരായിരിക്കും. ഈ ഒരു സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ സ്വയം ചിട്ടപ്പെടുത്താനുള്ള മനോഭാവം അവരുടെ കരിയറിലും സാമ്പത്തിക ഇടപാടുകളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ലോകത്തിനു മുന്നിൽ സ്വയം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നത് വിജയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പടിയാണ്. തന്റെ രൂപത്തിൽ പൂർണ്ണ സംതൃപ്തനായിരിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം അളവറ്റതാണ്. ആ പോസിറ്റീവ് എനർജി അവരുടെ സംസാരത്തിലും തീരുമാനങ്ങളിലും വളരെ വ്യക്തമായി പ്രതിഫലിക്കും. അതുകൊണ്ടുതന്നെ ഇത്തരം വ്യക്തിത്വങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാനും വലിയൊരു സ്വാധീനം ചെലുത്താനും സാധിക്കുന്നു. ഒരു വ്യക്തിയുടെ ബാഹ്യമായ വൃത്തിയും അടുക്കും ചിട്ടയും ആ വ്യക്തിയുടെ ആന്തരികമായ ചിന്തകളുടെ വ്യക്തതയുടെ പ്രതിഫലനം കൂടിയാണ്. സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും നടന്നു കയറുന്ന വ്യക്തിത്വങ്ങളുടെ ഒരു പ്രധാന ലക്ഷണമായി ഈ സ്വയം പരിപാലനത്തെ കാണാം. താൻ എന്തിനും പ്രാപ്തനാണെന്ന ബോധ്യം കണ്ണാടിയിലെ സ്വന്തം പ്രതിബിംബം നോക്കി ഉറപ്പിക്കുന്നത് വഴി ഒരു വലിയ മാനസിക കരുത്താണ് ഇവർ നേടിയെടുക്കുന്നത്. ആകർഷണ നിയമം അനുസരിച്ച് സ്വന്തം രൂപത്തെ സ്നേഹിക്കുന്നതും അതിൽ സംതൃപ്തി കണ്ടെത്തുന്നതും ജീവിതത്തിലേക്ക് കൂടുതൽ സമൃദ്ധിയെയും നല്ല അവസരങ്ങളെയും ആകർഷിക്കാൻ സഹായിക്കും. ഭാഗ്യവും സമ്പത്തും തേടിയെത്തുന്ന വ്യക്തികൾ എപ്പോഴും ഒരു പ്രത്യേക പ്രസരിപ്പും പ്രകാശവും കാത്തുസൂക്ഷിക്കുന്നവരായിരിക്കും. ആ പ്രസരിപ്പ് ഓരോ നിമിഷവും നിലനിർത്താൻ കണ്ണാടിയിലെ ഈ ലളിതമായ നോട്ടങ്ങൾ അവരെ സഹായിക്കുന്നു. സമ്പത്ത് എന്നത് കേവലം ഭാഗ്യം മാത്രമല്ല, അത് ഒരാളുടെ ആത്മവിശ്വാസത്തിന്റെ കൂടി ഫലമാണെന്ന് ഇത്തരം ആളുകൾ തെളിയിക്കുന്നു. സർഗാത്മകമായ കഴിവുകളുള്ളവരിലും വളരെ ക്രിയാത്മകമായി ചിന്തിക്കുന്നവരിലും ഈ ശീലം ഒരു വലിയ പ്രചോദനമായി പ്രവർത്തിക്കാറുണ്ട്. പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ജീവിതത്തിലെ സങ്കീർണമായ തടസ്സങ്ങളെ വളരെ ലളിതമായി അതിജീവിക്കുന്നതിനും ഈ ആത്മവിശ്വാസം അവരെ വലിയ രീതിയിൽ സഹായിക്കുന്നു. ഇത്തരം ആളുകൾക്ക് ലോകത്തെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ കാണാൻ സാധിക്കും. പ്രതിസന്ധികളിൽ തളരാതെ നിവർന്നു നിൽക്കാനുള്ള മനക്കരുത്ത് ഇവർക്ക് ലഭിക്കുന്നത് ഇത്തരം കൊച്ചു ശീലങ്ങളിൽ നിന്നുള്ള സംതൃപ്തിയിൽ നിന്നാണ്. ഒരു പെയിന്റിംഗ് പൂർത്തിയാക്കുന്ന കലാകാരനെ പോലെ സ്വന്തം വ്യക്തിത്വത്തെ ഓരോ ദിവസവും മിനുക്കിയെടുക്കാൻ ഇവർ ശ്രമിക്കുന്നു. മാത്രമല്ല, എപ്പോഴും കണ്ണാടി നോക്കുന്നവർ സത്യസന്ധതയ്ക്കും വ്യക്തതയ്ക്കും വലിയ മുൻഗണന നൽകുന്നവരായിരിക്കും. താൻ ആരാണെന്നും തന്റെ കുറവുകൾ എന്താണെന്നും കണ്ണാടിയിലൂടെ സ്വയം വിലയിരുത്താൻ ഇവർക്കൊട്ടും മടിയുണ്ടാകില്ല. ഈ സ്വയം തിരിച്ചറിവ് അവരെ മറ്റുള്ളവരോട് കൂടുതൽ സത്യസന്ധമായി പെരുമാറാൻ പ്രേരിപ്പിക്കുന്നു. എപ്പോഴും വളരെ ബോൾഡായ നിലപാടുകൾ പറയാനും ആർക്കും വഴങ്ങാത്ത ആത്മവീര്യം കാണിക്കാനും ഇവർക്ക് സാധിക്കുന്നു. എത്ര ലളിതമായ ജീവിതരീതി പിന്തുടരുമ്പോഴും ആന്തരികമായ ഒരു രാജകീയ പ്രൗഢി ഇവരെപ്പോഴും കാത്തുസൂക്ഷിക്കുന്നു. അത് അവരുടെ നടത്തത്തിലും ഇരിപ്പിലും വരെ പ്രകടമാകും. ചുരുക്കത്തിൽ, കണ്ണാടിയിലെ ആ നോട്ടം വെറുമൊരു ബാഹ്യ സൗന്ദര്യ പരിശോധനയല്ല, മറിച്ച് ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ വിജയങ്ങളുടെയും ഉടൻ തേടിയെത്താൻ പോകുന്ന ഭാഗ്യങ്ങളുടെയും സമൂഹത്തിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന വലിയ ആദരവിന്റെയും ഒരു നിശബ്ദ സൂചനയാണ്. ഓരോ തവണ കണ്ണാടിയിൽ നോക്കുമ്പോഴും അവർ തങ്ങളുടെ ആത്മവിശ്വാസത്തെ ഒന്നുകൂടി പോളിഷ് ചെയ്യുകയും വരാനിരിക്കുന്ന വലിയ അവസരങ്ങളെ ഏറ്റെടുക്കാൻ സ്വയം തയ്യാറെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ശീലം ഒരു വ്യക്തിയെ കൂടുതൽ പ്രസന്നനാക്കാനും അവർ പോകുന്നിടത്തെല്ലാം ഭാഗ്യവും പോസിറ്റിവിറ്റിയും കൊണ്ടുവരാനും സഹായിക്കുന്നു. ലോകത്തെ കീഴടക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ പ്രാഥമിക ലക്ഷണമായി ഈ സ്വഭാവത്തെ നമുക്ക് വിലയിരുത്താം.